ഹലോ ഗൈസ്, കുറെ ആയില്ലേ കണ്ടിട്ട്. അപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് പറയുമ്പോൾ ഒരു തിരുനെൽവേലി യാത്രയാണ്. അങ്ങനെ വെളുപ്പിനെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഏകദേശം അങ്ങ് എത്താറായപ്പോഴത്തേക്കും ഒരിടത്ത് നിർത്തി കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ കുറെ നാൾക്ക് ശേഷം നല്ലൊരു സൺറൈസ് ഒക്കെ കണ്ട് ഗൈസ്. അങ്ങോട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അതിപ്പോ എന്തിനാ നമ്മൾ അങ്ങോട്ട് പോയെന്ന് വെച്ചാൽ എന്റെ ചേട്ടൻ അവിടെ വെച്ചൊരു എക്സാം ഉണ്ടായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് പോയത്. നമ്മൾ ഫാമിലി ആയിട്ടാണ് കേട്ടോ പോയത്. പിന്നെ കൂടെ നമ്മുടെ കസിൻ ബ്രദറും ഉണ്ടായിരുന്നു. അങ്ങനെ കോളേജിലെത്തി ചേട്ടനെ എക്സാമിന് കയറ്റി വിട്ടിട്ട് നമ്മൾ തിരിച്ച് കാറിലോട്ട് പോയിരുന്നു. പേരൻസിന് ക്യാമ്പസിന്റെ ഉള്ളിലോട്ട് എൻട്രി ഇല്ലായിരുന്നു കേട്ടോ. രാവിലെ ഒരു 9:45 ശേഷം മാത്രമേ നമുക്ക് അതിന്റെ അകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അങ്ങനെ റെസ്റ്റ് ഒക്കെ എടുത്ത് പിന്നെ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്ക് സമയമായിട്ടോ. പിന്നെ നമ്മൾ കോളേജിനകത്തോട്ട് പോയി. ക്യാമ്പസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറെ നേരം അവിടെ കറങ്ങി നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് അവിടെ ഇരിക്കുവായിരുന്നു കേട്ടോ. അങ്ങനെ ഉച്ചയായപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്പോട്ടൊക്കെ കണ്ടുപിടിച്ച് അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഒരു ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റ്. അങ്ങനെ വൈകുന്നേരമായി ചേട്ടൻ എക്സാം ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കന്യാകുമാരിക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇട്ടു. അങ്ങനെ പോകുന്ന വഴിക്ക് കരിക്കും നൊങ്കും ഒക്കെ വാങ്ങി കുടിച്ചായിരുന്നു കേട്ടോ. അങ്ങോട്ടൊക്കെ ഉള്ള വ്യൂ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ ഗൈസ്. നല്ല രസം ഉണ്ടായിരുന്നു കണ്ടിരിക്കാൻ. അങ്ങനെ കന്യാകുമാരിയിൽ എത്തിയിട്ടോ. ഞാനിപ്പോ ഇവിടെ വരുന്നത് സെക്കൻഡ് ടൈം ആണ് കേട്ടോ. നമ്മൾ എത്തിയപ്പോ കുറച്ച് ലേറ്റ് ആയത് കാരണം സൺസെറ്റ് മിസ്സായി ഗൈസ്. അവിടെ നിന്ന് പിന്നെ കടലയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതും കഴിച്ചായിരുന്നു നടപ്പ്. ഇതാണ് കേട്ടോ എന്റെ കസിൻ ബ്രദർ. അങ്ങനെ നമ്മൾ നടന്ന് അവിടെ എത്തി. ഈ ഒരു വ്യൂ ഒക്കെ കണ്ട് കുറച്ചു നേരം അവിടെ നിന്നു കേട്ടോ. അത്യാവശ്യം കുറച്ച് റഷ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരുപാട് ചെറിയ ഷോപ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്നൊക്കെ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ പോയത് വിഴിഞ്ഞത്തോട്ടാണ്. അവിടെ നിന്ന് കുറച്ച് സീ ഫുഡ് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഐറ്റംസ് ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി നേരെ വീട്ടിലോട്ടാണ് പോയത്.